കോഴിക്കറിയിൽ തൂവൽ കണ്ടെന്നും ചപ്പാത്തിയിൽ പ്ലാസ്റ്റിക് കിട്ടിയെന്നും കുട്ടികൾ പറയുന്നു. ചോറിൽ നിന്ന് പാറ്റയും കിട്ടിയതായി വിദ്യാർത്ഥികൾ പരാതി പറയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. നമ്മളിപ്പോൾ ഈ കണ്ട വീഡിയോ കർണാടക അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠിക്കാൻ പോയ കുട്ടികൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവത്തെ ആസ്പദമാക്കിയുള്ള ഒരു വീഡിയോയാണ്. വലിയ ഫീസാണ് മെസ് ഇനത്തിൽ ഈ നഴ്സിംഗ് കോളേജുകൾ വാങ്ങുന്നത്. എന്നാൽ കുട്ടികൾക്ക് രുചികരമായ ഭക്ഷണം നൽകില്ല എന്നത് നേരത്തെ തന്നെ പരാതിയുള്ളതാണ്. ഇത്തരത്തിൽ നമ്മുടെ കുട്ടികൾ അന്യസംസ്ഥാനങ്ങളിൽ പോയി കിടന്ന് കഷ്ടപ്പെടുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ചും നഴ്സിംഗ് മേഖലയിൽ. ഇവിടെ നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ വിദ്യാഭ്യാസ മേഖലയിൽ കോളേജുകൾ ഉണ്ടാവാത്തത്? അല്ലെങ്കിൽ നഴ്സിംഗ് കോളേജുകൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ കൂടുതലായിട്ട് സ്ഥാപിക്കാൻ കഴിയാത്തത്? അങ്ങനെ കേരളത്തിൽ കൂടുതൽ നഴ്സിംഗ് കോളേജുകൾ സ്ഥാപിക്കുന്നു എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ പഠിക്കുവാനും രക്ഷകർത്താക്കൾക്ക് കൂടുതൽ ശ്രദ്ധിക്കുവാനും ഒക്കെ കഴിയും. അപ്പോൾ ഇവിടുത്തെ എന്ത് നിയമമാണതിന് തടസ്സമായിട്ടുള്ളതെന്ന് വ്യക്തമാക്കപ്പെടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിൽ നഴ്സിംഗ് കോളേജുകൾ ഉണ്ടാവേണ്ട സാഹചര്യം അത്യന്താപേക്ഷിതമാണ്. കാരണം നമ്മുടെ പെൺകുട്ടികൾ അധികവും മെഡിക്കൽ മേഖല തിരഞ്ഞെടുക്കുന്ന കാലഘട്ടമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന നഴ്സിംഗ് കോളേജുകൾ തുടങ്ങുന്നതിന് തടസ്സങ്ങളില്ലെങ്കിൽ പിന്നെ കേരളത്തിൽ എന്താണ് തടസ്സം? എത്ര കോടിയുടെ ബിസിനസ്സാണ് അന്യ സംസ്ഥാനത്തേക്ക് നമ്മുടെ കുട്ടികളിൽ കൂടി പണം ഒഴുകിപ്പോകുന്നതെന്ന് നമ്മൾ അറിയണം. തീർച്ചയായും ഇത് വളരെയേറെ പരിഗണിക്കേണ്ട കാര്യമാണ്. കേരളത്തിൽ എന്തുകൊണ്ട് നഴ്സിംഗ് കോളേജുകൾ കൂടുതലായി സ്ഥാപിക്കുവാൻ കഴിയാത്തത് സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇനി ഇതിലും വലിയ ദുരന്തങ്ങൾ നമ്മൾ കാണേണ്ടി വരും എന്നുള്ളതിന് തർക്കമില്ല.